ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കേരളപ്പിറവി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ചെയ്യുന്നത് ഒരു കഥകളി ക്ലേ മോഡലാണ്. ക്ലേ മോഡൽ ഫുൾ ക്ലേ മോഡലെന്ന് പറയാൻ പറ്റില്ല, കഥകളി കാർഡ്ബോർഡിൽ വരച്ചിട്ട് ക്ലേ കൊണ്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കഥകളി വരച്ചെടുക്കാം. ആദ്യം കഥകളി ഫുൾ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ അതേ ഷേപ്പിൽ ക്ലേ ഒട്ടിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ലോണം തന്നെ ഫെവിക്കോൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ക്ലേ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ആ ഷേപ്പിൽ ക്ലേ ഒട്ടിച്ചെടുക്കാം. നമ്മൾ വരച്ച ഷേപ്പിലൂടെ ക്ലേ ഒട്ടിച്ചെടുക്കാം. ക്ലേ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അത് യോജിപ്പിച്ചെടുത്തത്. ക്ലേ നന്നായി മിനുസപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ കിരീട ഭാഗത്തിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈൻ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണങ്ങും മുമ്പ് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്ത് ഉണങ്ങും മുമ്പ് തന്നെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാം. കിരീടഭാഗം പൂർത്തിയായതിനു ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വരികയാണ് കേട്ടോ, ഓരോ ഭാഗങ്ങളായിട്ട്. എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫെവിക്കോൾ തേച്ച് ക്ലേ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതേ ഡിസൈനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ. അടുത്തത് പുരികം വെച്ച് കൊടുക്കാം. പുരികം ഞാൻ ഇത്തിരി എടുത്ത് നിൽക്കുന്ന പോലെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പുരികം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മുഖം മുഴുവൻ ക്ലേ കൊണ്ട് സാധാരണ പോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കണ്ണ്, മൂക്ക്, ചുണ്ട് അതൊക്കെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ക്ലേ ഒട്ടിച്ചതൊക്കെ പൂർത്തിയായി. നമ്മൾ അതിൻ്റെ വരച്ച് കൊടുക്കാനുള്ളതൊക്കെ വരച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പം ഞാൻ എടുത്തത് പറയുന്നില്ല.
മുഖത്തിനുള്ള പച്ച കളർ ഞാൻ മിക്സ് ചെയ്തെടുത്തത് പച്ചയും വെള്ളയും ലെമൺ യെല്ലോയും കൂടെ കൂടിയിട്ടാണ്. ബാക്കിയെല്ലാം സാധാ കളറുകൾ ഡയറക്റ്റ് അടിച്ചു കൊടുത്തേക്കാണ്, മിക്സിംഗ് ഒന്നും വന്നിട്ടില്ല. പുരികവും കണ്ണുമൊക്കെ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ആ കിരീട ഭാഗങ്ങളിലൊക്കെ കുറച്ച് കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പൂ പോലെ കല്ലൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ചിലത് വെറുതെ ഒറ്റ കല്ലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. ആ കല്ലൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാർഡ്ബോർഡ് വെട്ടിയെടുക്കാം. കഥകളിയുടെ ഷേപ്പിലൂടെ വെട്ടിയെടുക്കാം നമുക്ക്. ഇത് കുറച്ച് വലിയ വീഡിയോ ആണ് കേട്ടോ, പക്ഷെ എന്നാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.